നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തലസ്ഥാനത്തെ പ്രമുഖ ഹാഫ് സംഖ്യയായിട്ടുള്ള VS ശിവകുമാർ ഇനി മുതൽ ഫുൾ സംഖ്യയാകാൻ പോവുകയാണ്. അറിഞ്ഞില്ല? ദേ കേട്ടോളൂ. കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിനെ BJP പാളയത്തിലെത്തിക്കാൻ നീക്കം. BJP നേതൃത്വം ശിവകുമാറുമായി ചർച്ച നടത്തി. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് വാഗ്ദാനം ചെയ്താണ് നീക്കം. കേട്ടല്ലോ. BJPക്കാർ കൂടിക്കാഴ്ച നടത്തി. കാര്യം ഉള്ളിലിരിപ്പ് നല്ലപോലെ അറിയാം. നേരത്തെയുമായിട്ടുള്ള ഇരിപ്പുവശവും അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തലസ്ഥാനത്തെ, അതായത് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി CP ജോണിന് കൊടുത്ത് VS ശിവകുമാറിനെ വഴിയാധാരമാക്കിയിരിക്കുകയാണ്. അരുവിക്കര കൊടുക്കാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ പാറശാല എങ്ങാനും പോയി മത്സരിച്ചോ, ഒരു കാരണവശാലും നിയമസഭ കാണില്ല അല്ലെങ്കിൽ കാണിക്കില്ല എന്ന് ഉറപ്പാക്കിയപ്പോഴാണ് തൻ്റെ പ്രധാന ഇടമായിട്ടുള്ള തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. അദ്ദേഹത്തിന് അവിടെ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ട്? തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരാണ് സംഘപരിവാറിനെ വളർത്തിയത് അല്ലെങ്കിൽ BJP വളർത്തിയത്? ഈ ശിവകുമാറും VD സതീശനും രമേശ് ചെന്നിത്തല അടങ്ങുന്ന സംഘം ചേർന്നിട്ടാണ് തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ BJP വളർത്തിയത്. എങ്ങനെയാണെന്നല്ലേ, 2021 മുന്നോടിയായിട്ട് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി, മുമ്പ് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം, അതിന് പകരം തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആവുകയാണ്. അവിടെ തുടർച്ചയായിട്ട് 2 തവണ വിജയിച്ചത് VS ശിവകുമാറാണ്. പക്ഷേ അത്ഭുതം അതല്ല, ഇതേ മണ്ഡലത്തിലെ, തിരുവനന്തപുരം മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിൽ മുഴുവൻ BJP വിജയിക്കുകയും എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ കോർപ്പറേഷനിൽ BJP ജയിച്ച വാർഡുകളിലെല്ലാം VS ശിവകുമാറിന് വല്ലാത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിഭാസമാണ് 2021 ഇടതുപക്ഷം ആന്റണി രാജുവിനെ ഇറക്കി അങ്ങ് പൂട്ടിച്ചത്. അതോടുകൂടിയാണ് ആ കച്ചവടം അവിടെ അവസാനിച്ചത്. തലസ്ഥാനത്ത് BJP വളർന്നതിൽ അവർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നേതാവാണ് VS ശിവകുമാർ. VS ശിവകുമാർ അല്ല, ഐ ഗ്രൂപ്പ് നേതാക്കന്മാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും പാലോട് രവിയോടും അവർക്ക് തീർത്താൽ തീരാത്ത കടപ്പാട് അക്കാര്യത്തിലുണ്ട്. ആ തീർത്താൽ തീരാത്ത കടപ്പാട് ഒടുവിൽ ശിവകുമാറിന് തിരുവനന്തപുരം സീറ്റ് കിട്ടില്ല, അദ്ദേഹത്തിന് സുരക്ഷിത മണ്ഡലമില്ല എന്നായപ്പോ പണ്ട് ചെയ്ത സഹായത്തിന് തിരിച്ച് നന്ദി ഉണ്ടാകണ്ടേ? ആ നന്ദി സൂചകമാണ് ഇപ്പോ അദ്ദേഹത്തിന് താളത്തിൽ കൊണ്ടുപോയി, വരൂ തിരുവനന്തപുരത്ത് ഇന്നലകളിൽ ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി തന്ന നേതാവേ, ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചിതാ തിരുവനന്തപുരം വച്ച് നീട്ടുന്നു എന്ന നിലയ്ക്ക് അവർ ഓഫർ കൊടുത്തിരിക്കുന്നത്. ശിവകുമാർ മിക്കവാറും അത് സ്വീകരിക്കാനാണ് സാധ്യത. കാര്യം ശിവകുമാർ എന്ന വ്യക്തി അടിമുടി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. കരുണാകരൻ നൂലിൽ കെട്ടി ഇറക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന വ്യക്തി. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ NSS എന്ന സംഘടനയുടെ ഒറ്റ പിൻബലത്തിലാണ് മന്ത്രി വരെ ആയിത്തീർന്നത്. അതും ആരോഗ്യ വകുപ്പിനെ ഇത്രമാത്രം കുത്തഴിഞ്ഞ അവസ്ഥയിലാക്കിയ മറ്റൊരു മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടാകില്ല. അദ്ദേഹം ആരോഗ്യ മേഖലയെ തകർത്തെങ്കിൽ എന്ത്? ആരോഗ്യ മേഖല കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായി. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വരെ അദ്ദേഹത്തിന്റെ ഷെയർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ അദ്ദേഹത്തെ തേടി ED എത്തിയപ്പോൾ സ്വത്ത് കണ്ടുകിട്ടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഇരുന്ന് സ്വന്തം കുടുംബത്തിന് പാത്രം അഴിമതി നടത്താനുള്ള സഹായം ചെയ്തു കൊടുത്തു. അദ്ദേഹം തന്നെ ആരോഗ്യ മേഖലയിലൂടെ സ്വന്തം കുടുംബം മെച്ചപ്പെടുത്തി. ഇങ്ങനെയുള്ള വ്യക്തി കോൺഗ്രസിൽ പരമാവധി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം കോൺഗ്രസുകാർക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്ത അവസ്ഥയായി. കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി VS ശിവകുമാറിനും അതേ അവസ്ഥയായി. VD സതീശന് അവിടെ ഇപ്പോൾ CP ജോണിനെ നിർത്താനാണ് വലിയ താല്പര്യമായി മാറിയതും ജയിച്ചു വന്നു കഴിഞ്ഞാൽ CP ജോൺ തൻ്റെ ഒപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്കൊരു വലിയ മുതൽക്കൂട്ടാണ് CP ജോൺ എന്ന് അറിഞ്ഞപ്പോഴാണ് നായർ സ്നേഹം വെട്ടി അദ്ദേഹം നേരെ ക്രിസ്ത്യൻ സ്നേഹത്തിലേക്ക് മാറിയത്. ഇപ്പോൾ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകാൻ കണ്ടെത്തിയിരിക്കുന്ന വഴി ന്യൂനപക്ഷ പ്രീണനമാണ്. അത് മുസ്ലിം ന്യൂനപക്ഷമായിക്കോട്ടെ, ക്രിസ്ത്യൻ ന്യൂനപക്ഷമായിക്കോട്ടെ, താൻ ന്യൂനപക്ഷങ്ങളുടെ അപ്പോസ്തൽ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി VS ശിവകുമാറിനെ തലസ്ഥാനത്ത് ബലി കൊടുത്തതോടുകൂടിയാണ് BJPയിലേക്കുള്ള എൻട്രി ഇപ്പോൾ സുഗമമായിരിക്കുന്നത്. എപ്പോൾ പോകുമെന്നുള്ള പ്രഖ്യാപനം മാത്രം അറിഞ്ഞാൽ മതി. തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ഉടനടി ടാറ്റ പറഞ്ഞ് VS ശിവകുമാർ ഇറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.